ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഓരോ ഭാരതീയനും ഇത് പുണ്യദിനം. ഭാരതത്തെ അടിമത്വത്തിന്റെ ചങ്ങലയിൽ നിന്നും മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി നമ്മൾക്ക് സമ്മാനിച്ച രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനം. ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുതലിബായിയുടെയും മകനായി ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. മറ്റ് സമരമുറകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അഹിംസയിലൂടെയും സത്യാഗ്രഹം എന്ന സമരമുറയിലൂടെയുമാണ് ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ലളിത ജീവിതം കൊണ്ട് ലോകത്തിനു തന്നെ മാതൃകയായ ഗാന്ധിജി ഇന്നും മലയാളികളുടെ മനസ്സിൽ ജ്വലിക്കുന്ന അഗ്നിയായി നിലകൊള്ളുന്നു. ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ പച്ചയായ ജീവിതാനുഭവങ്ങളുടെ പ്രതിഫലനമാണ്. ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് മുൻപിൽ സ്വന്തം ജീവിതം തുറന്നു കാട്ടുവാൻ ഗാന്ധിജിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നുറപ്പിച്ചു പറയുവാൻ ഗാന്ധിജി അല്ലാതെ മറ്റാരാണുള്ളത്? ഒരു ഗാന്ധി ജയന്തി ദിനം കൂടി കടന്നു പോകുന്നു. മൺമറഞ്ഞുപോയ മഹാത്മാവിന്റെ പ്രിയ മൂല്യങ്ങൾ, ആദർശങ്ങൾ നമുക്ക് പെറുക്കിയെടുക്കാം. മഹാനായ വ്യക്തിയിലേക്കൊന്ന് ഇറങ്ങിച്ചല്ല. ഗാന്ധി എന്ന കവിതയിൽ പി മധുസൂദനൻ ചോദിക്കുന്നു, കനവായിരുന്നോ ഗാന്ധി, കഥയായിരുന്നോ ഗാന്ധി? കനവ് പോലെയോ കഥ പോലെയോ ഓരോ ഇന്ത്യക്കാരനെയും കടന്നുപോയ ജീവിതം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ ആ മഹാത്മാവിന്റെ ആദർശങ്ങളും മൂല്യങ്ങളും നമുക്ക് മുറുകെ പിടിക്കാം. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.